പാഠം 397 ചില തിരിച്ചറിവുകൾ. ഹലോ, അതെ. എന്താ സോമശേഖര, ഏത് സർട്ടിഫിക്കറ്റ്? അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സർട്ടിഫിക്കറ്റ് തരാനല്ല ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്നത്. ഒന്നും പറയണ്ട സോമശേഖര. സോമശേഖരന്റെ വരുമാന സർട്ടിഫിക്കറ്റ് സോമശേഖരൻ പറഞ്ഞ പോലെ തരുന്ന പ്രശ്നമില്ല. മേലിൽ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചാൽ സോമശേഖരൻ വിവരം അറിയും. എന്താ മോഹനട്ടേത്? ഫോൺ വിളിക്കുന്ന ഒരാളോട് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ? പിന്നെന്ത് ചെയ്യും? തടിക്കച്ചവടം നടത്തുന്ന സോമശേഖരനാണ് ഇപ്പൊ ഈ വിളിച്ചത്. എന്റെ അറിവിൽ അവന് സ്വന്തമായ വീടും ഏക്കർ കണക്കിന് ഭൂമിയും ധാരാളം കച്ചവടങ്ങളും ഉണ്ട്. പക്ഷേ അവന്റെ വാർഷിക വരുമാനം 25,000 രൂപയിൽ താഴെയാണെന്ന് കാണിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു നടക്കില്ല. മോഹനേട്ടന്റെ കാര്യം കഷ്ടം തന്നെയാണ്. ഓരോ ദിവസവും ഫോൺ വിളിക്കുന്നവരോട് മോഹനേട്ടൻ പറയുന്നത് നടക്കില്ല എന്നാണ്. വില്ലേജ് ഓഫീസിൽ വരുന്ന മിക്കവാറും പേരോടും മോഹനേട്ടൻ അത് തന്നെയാണ് പറയുന്നതാണ് നാട്ടുകാർ പറയുന്നത്. ചുരുക്കത്തിൽ മോഹനേട്ടൻ ഈ വില്ലേജ് ഓഫീസിൽ പോകുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണോ കൊടുക്കാതിരിക്കാനാണോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വില എന്താണെന്ന് എനിക്കറിയാമോ? കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്കും ആ സർട്ടിഫിക്കറ്റ് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത്രയും അധികാരമുള്ള ഞാൻ എന്റെ അധികാരം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്നാലും പരമാവധി നാട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനല്ലേ മോഹനേട്ടാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെ നാട്ടുകാരെ ദ്രോഹിക്കാന്നല്ല, എങ്ങനെ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാന്നല്ലേ ആലോചിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഓഫീസിൽ ഓരോ കാര്യങ്ങൾക്ക് വരുന്നവരോട് അവർ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് വന്നതെന്ന് ചോദിച്ചിട്ട് തോന്നുമൂലം എഴുതി കൊടുക്കാം. എങ്ങനെയുണ്ട് എന്നാണോ ഞാൻ പറഞ്ഞത്? എന്നോട് ഒരു ദിവസം കുറഞ്ഞത് 10 പേരെങ്കിലും മോഹനേട്ടനെ പറ്റി പരാതി പറയാറുണ്ട്. മോഹനേട്ടൻ ചൂടനാണ്, മോഹനേട്ടൻ എടുത്തുചാട്ടക്കാരനാണ്, മോഹനേട്ടൻ സഹായിക്കില്ല എന്നൊക്കെ. ആളുകൾ മോഹനേട്ടനെ പറ്റി ഇങ്ങനെ പരാതി പറയുമ്പോ എനിക്ക് സങ്കടം വരില്ലേ? വില്ലേജ് ഓഫീസറെ പറ്റി പരാതി പറയേണ്ടത് തഹസിൽദാർ എടുത്തോ കളക്ടർ എടുത്തോ ആണ്, അല്ലാതെ വില്ലേജ് ഓഫീസറെ ഭാര്യ എടുത്തല്ല. അതല്ല, അന്യായമോ അക്രമോ ഒന്നും ചെയ്യാനല്ലോ ഞാൻ പറയുന്നത്. ആകാവുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് മാത്രല്ലേ പറഞ്ഞത്. വഴി കാണുമ്പോ ആരെങ്കിലും ഒരാൾ എന്നോട് സത്യഭാമയുടെ ഭർത്താവ് എനിക്കൊരു വലിയ ഉപകാരം ചെയ്തു കേട്ടോ എന്ന് പറയുന്നത് കേൾക്കാനുള്ളൊരു കൊതി കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. എന്നെ പറ്റി എത്രയോ പേർ നല്ലത് പറയുന്നുണ്ട്. അയ്യടാ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഉത്തമൻ എത്രയോ തവണ എന്നെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. അത് പേടിച്ചിട്ട്. കടുവ. നമസ്കാരം സാർ. ഉത്തമൻ രാവിലെ സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സിദ്ധാർത്ഥ സാറെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. സാർ ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുക. എന്താ കാര്യം? സാറിന്റെ ഭൂമിയുടെ സർവേ നമ്പറിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായതിന്റെ പേരില് ബാങ്കുകാര് ലോൺ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് മോഹനേഷ് സാറാണ് അതിൽ ഇടപെട്ട് ശരിയാക്കി കൊടുത്തതെന്ന് പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല. ഒരുപാട് പഴയ ആധാരമായിരുന്നു അത്. പണ്ട് ആധാരം എഴുതിയപ്പോ എഴുത്തുകാരന് പറ്റി തെറ്റായിരിക്കും അത്. സർവേ നമ്പറിൽ ഒരു ചെറിയ തെറ്റ് പറ്റി. സാറ് അത് ശ്രദ്ധിച്ചില്ല. അന്നത്തെ വില്ലേജ് ഓഫീസർ അത് പോക്കുവരവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 10-20 കൊല്ലമായി സാർ കരമടയ്ക്കുന്നത് തണ്ടർപേർ രജിസ്റ്ററിലെ സർവേ നമ്പറില്ല. ആധാരത്തിൽ നമ്പർ വേറെ. ഇപ്പോ സാറുടെ മകളുടെ കല്യാണമായപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി ശ്രമം തുടങ്ങിയപ്പോഴാണ് പ്രശ്നം സാറിന് മനസ്സിലായത്. ബാങ്കിന്റെ വക്കീൽ ഉടക്കിട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സിദ്ധാർത്ഥൻ സാറ് എന്നെ വന്ന് കണ്ടു. എനിക്ക് സിദ്ധാർത്ഥൻ സാറിനെയും സാറിന്റെ ഭൂമിയെയും പറ്റി നേരിട്ട് അറിയാവുന്നതാണല്ലോ. മാത്രമല്ല ആ ആധാരത്തിന്റെ സർവേ നമ്പറിൽ വേറെ ഭൂമി ഇല്ലതാനും. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതാണ് കാര്യം. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് സിദ്ധാർത്ഥ സാറ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മകളുടെ കല്യാണവും നടത്തി. ചുമ്മാതല്ല, മോനേഷ് സാറിനെ പറ്റി പറയുമ്പോ സിദ്ധാർത്ഥ സാറിന് 100 നാവ്. എന്നോട് ഇന്നലെ പറയാ, ഈ ജന്മം മോഹനകൃഷ്ണ സാറിനോടുള്ള നന്ദി എനിക്ക് മറക്കാനേ പറ്റൂല. എന്താ സാറേ? എങ്ങനാ പറഞ്ഞത്? അതൊന്നുകൂടെ പറ.
അതായത് ഈ ജന്മത്തെ എനിക്ക് വയ്യ സാറേ, ഈ ജന്മത്തെ മോഹനകൃഷ്ണ സാറിനോടുള്ള കടപ്പാട് സിദ്ധാർത്ഥ സാറ് മറക്കില്ല എന്ന്. ഈ സാറ് ആ സാറിന് ദൈവത്തെ പോലെയാണെന്ന്. ഇപ്പൊ ഈ പറഞ്ഞത് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഇനിയും പറയണോ? പറയണം, പക്ഷേ അതെന്നോടല്ല, ഭാമയോട്. ഭാമേ, രാവിലെ അവൾ എന്നോട് പറയുക ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാത്തവരാണുള്ളതെന്ന്. എന്റെ പിടിവാശി കാരണം സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവരൊക്കെ കൂടി എന്നെ പ്രാഗി ഞാൻ പണ്ടാരം അടങ്ങിപ്പോകുന്നു. അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് അവൾ അറിയണമല്ലോ. എന്താ മോനേട്ടാ? ഇതാരാണെന്ന് അറിയാമോ? ഉത്തമൻ. ഉത്തമന് നിന്നോട് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എന്താ ഉത്തമ? അല്ല, വേറൊന്നല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സിദ്ധാർത്ഥ സാറിനെ കണ്ടു. അപ്പൊ സാറ് ഞാൻ എടുത്തോളാം. നീ വിളിക്ക്. നീ ഉത്തമൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് വന്നാ മതി. ഫോൺ ഞാൻ എടുത്തോളാം. എന്നിട്ട് അല്ല, ഈ സിദ്ധാർത്ഥ സാറിന്റെ മകളുടെ കല്യാണം ആയിരുന്നല്ലോ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആ, നമസ്കാരം സാർ. സോമശേഖരൻ എന്നെ വിളിച്ചിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല സാർ. എന്റെ അന്വേഷണത്തിൽ ഈ സോമശേഖരൻ ഒരു വർഷം കുറഞ്ഞ ഒരു 5 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. അങ്ങനെ ഒരാൾക്ക് 25,000 രൂപ വരുമാനമുള്ളെന്ന് പറഞ്ഞ് എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും സാർ? ഇല്ല, അത് സാർ നിർബന്ധിച്ചാലും നടക്കില്ല. ക്ഷമിക്കണം സാർ. കൊള്ളാം, കീഴുദ്യോഗസ്ഥനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥൻ. കഷ്ടം. ആരായിരുന്നു മോനേട്ടാ? സോമശേഖരന് സർട്ടിഫിക്കറ്റ് കൊടുത്തൂടെ എന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നാട്ടുകാരോട് മാത്രമല്ല മേലുദ്യോഗസ്ഥനോടും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ പെരുമാറ്റം. കഷ്ടം. ഇവിടെ വരൂ. ഇങ്ങോട്ട് വയ്ക്കൂ. എന്താ ഉത്തമൻ എന്താ പറഞ്ഞത്? ഉത്തമൻ എന്ത് പറയാൻ? സിദ്ധാർത്ഥ സാറിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. ഞാൻ അവസരോചിതമായി ഇടപെട്ട് സഹായിച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലാതെ ആ കല്യാണം നടത്താൻ കഴിഞ്ഞത് എന്ന് സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞ കാര്യം ഉത്തമൻ പറഞ്ഞു. അത് ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടൊന്നുമില്ല. മോഹനേട്ടൻ പറഞ്ഞു പറയിച്ചാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പറയൂ. ഞാൻ സിദ്ധാർത്ഥൻ സാറിന് ദൈവത്തെ പോലെയാണ് എന്നും സിദ്ധാർത്ഥൻ സാർ പറഞ്ഞു. ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്കും ദൈവത്തെ പോലെ കാണാനാണെങ്കിൽ മനുഷ്യർക്ക് എത്രമാത്രം ദൈവങ്ങളുണ്ടാവും? വില്ലേജ് ഓഫീസിൽ ദൈവം, പഞ്ചായത്ത് ഓഫീസിൽ ദൈവം, സപ്ലൈ ഓഫീസിൽ ദൈവം, ബാങ്കിൽ ദൈവം. ഇതൊക്കെ സിദ്ധാർത്ഥ സാർ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞാവും. ആയിക്കോട്ടെ. കുറച്ചു മുമ്പ് ഇവിടെ വെച്ച് നീ എന്നോട് പറഞ്ഞു നാട്ടുകാരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് നീ കേട്ടിട്ടില്ല എന്ന്. ഇപ്പൊ ഒരാൾ പറഞ്ഞു നീ കേട്ടോ? ആ പറഞ്ഞാൽ ശരിയാളൊന്നുമല്ല. സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സിദ്ധാർത്ഥൻ സാർ. പക്ഷെ പറഞ്ഞ എന്നോടല്ലോ. നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നോടും പറയുമായിരുന്നു. കണ്ടത് ഉത്തമനായതുകൊണ്ട് ഉത്തമനോടും പറഞ്ഞു. ഭാമേ, ഇങ്ങനെ ഓരോ ദിവസവും എത്ര പേരാണ് എന്നെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നറിയാമോ? നീ അതൊന്നും കേൾക്കാത്തത് കൊണ്ട് എന്റെ വില നിനക്ക് മനസ്സിലാവില്ല. അത് പോട്ടെ, നിന്നെ പറ്റി എന്നോടാരും ഇതുവരെ നല്ല ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ പരാതി പറയാത്തത്? നീ ഒരു സാധാ വക്കീലാണെന്നും നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാൻ നിന്നെ പോലൊരു വക്കീലിന് പറ്റില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്. ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോയി ഷർട്ട് മുണ്ടും തേച്ച് വെക്ക്. എനിക്ക് 9:48 ആഫീസിൽ പോകാനുള്ളതാണ്. ഹലോ, അതെ, ഇതാരാ? ഒന്നും പറയണ്ടേ മീനാക്ഷി. ജോലി വില്ലേജ് ഓഫീസിലായി പോയില്ലേ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാ പോരാ, ഭയങ്കര കഷ്ടപ്പാടാ. ഓരോ ദിവസം എത്ര ആളുകളാ ഓരോ കാര്യത്തിനായി ഇവിടെ വരുന്നതെന്ന് നിനക്കറിയാലോ. 5 മണിക്ക് ജോലി തീർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയാവൂ. അത് ശരിയാ. എന്നാ ഇവിടുത്തെ ഓഫീസറെ പോലെ ഒരു ഓഫീസർ അവിടെ കാണില്ലല്ലോ. സത്യം പറഞ്ഞാ ഇതിലും നല്ലത് പട്ടാളത്തിൽ ചേരുന്നതാ. അത്രയ്ക്ക് ചിട്ടയല്ലേ. മോഹനകൃഷ്ണ സാറെന്നല്ല പറയേണ്ടത്, കൊടുവാ മോഹനകൃഷ്ണൻ എന്നോ. ഇവിടെ ഒറ്റ എണ്ണത്തിന് അങ്ങനെ ഇഷ്ടമല്ല. എങ്ങനെ ഇഷ്ടപ്പെടും? അതല്ലേ കയ്യിലിരിപ്പ്. പിന്നെ വിളിക്കാവേ. നമസ്കാരം സർ. ഞാൻ വെറുതെ
അത് മനസ്സിലായി. എവിടെ? സ്വയംപ്രഭ കുറച്ച് വൈകുന്നു പറയാൻ പറഞ്ഞു. ഇന്ന് താലൂക്ക് ഓഫീസ് കൊടുക്കേണ്ട ഫയലിന്റെ കാര്യം എന്തായി? 10 മണിക്ക് അത് ശരിയാക്കി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് സർ. സ്വയംപ്രഭ വരുമ്പോ എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറയണം. സർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാൻ വേലായുധം വന്നിരുന്നു. വേലായുധന്റെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് വേണ്ടിയല്ലേ? അത് കൊടുക്കണമെങ്കിൽ അപേക്ഷകന്റെ അയൽവാസികളുടെ 4 മൊഴികൾ വേണം. അതിന് ഇതുവരെ ആരെയും കൊണ്ടുവന്നിട്ടില്ല. സാറ് വിചാരിച്ച അതില്ലാതെയും ചെയ്യാൻ പറ്റുമെന്നാ വേലായുധം പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കില്ല എന്ന് വേലായുധനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും വേലായുധം പറഞ്ഞു. പിന്നെ വേലായുധം പറഞ്ഞു, ലോകത്തിലെ ഒരേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മോനേഷ് സാറാണ് എന്നൊരു ധാരണയുണ്ട്, അതങ്ങ് കയ്യിൽ വെച്ചാ മതിയെന്ന്. പിന്നെ വില്ലേജ് ഓഫീസർ അല്ല ഇന്ത്യ ഭരിക്കുന്നതെന്നും ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാ അത് വെറും വില്ലേജ് ഓഫീസർ ആണെന്നും പറയാൻ പറഞ്ഞു. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കൊണ്ട് മോനേഷ് സാറിന് എന്തെങ്കിലും ആവശ്യം വരുമെന്നും അന്ന് സാറിനെ ശരിയാക്കിക്കൊള്ളാന്നും പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. താലൂക്ക് ഓഫീസ് കൊണ്ടുള്ള ഫയൽ എടുത്ത് നോക്കിയേ, എനിക്ക് ഉടനെ പോകാനുള്ളതാ. പിന്നെ പോലും വേലായുധം പിന്നെ പറഞ്ഞതും കൂടെ കേട്ടിരുന്നെങ്കിൽ സാറിന്റെ ബോധം പോയേനെ. വെച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസറെ പറ്റി വില്ലേജ് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസറുടെ കീഴുദ്യോഗസ്ഥരോട് അനാവശ്യം പറയാന്ന് പറഞ്ഞാല് മോഹനേട്ടൻ പറഞ്ഞു പറയിച്ചാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പറയൂ. ഞാൻ സിദ്ധാർത്ഥൻ സാറിന് ദൈവത്തെ പോലെയാണ് എന്നും സിദ്ധാർത്ഥൻ സാർ പറഞ്ഞു. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴേക്കും ദൈവത്തെ പോലെ കാണാനാണെങ്കിൽ മനുഷ്യർക്ക് എത്രമാത്രം ദൈവങ്ങളുണ്ടാവും. വില്ലേജ് ഓഫീസിൽ ദൈവം, പഞ്ചായത്ത് ഓഫീസിൽ ദൈവം, സപ്ലൈ ഓഫീസിൽ ദൈവം, ബാങ്കിൽ ദൈവം. ഇതൊക്കെ സിദ്ധാർത്ഥ സാർ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞാവും. ആയിക്കോട്ടെ. കുറച്ചു മുമ്പ് ഇവിടെ വെച്ച് നീ എന്നോട് പറഞ്ഞു നാട്ടുകാരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് നീ കേട്ടിട്ടില്ല എന്ന്. ഇപ്പൊ ഒരാൾ പറഞ്ഞു നീ കേട്ടോ? ആ പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല, സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സിദ്ധാർത്ഥൻ സാർ. പക്ഷെ പറഞ്ഞ എന്നോടല്ലോ. നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നോടും പറയുമായിരുന്നു. കണ്ടത് ഉത്തമനായതുകൊണ്ട് ഉത്തമനോടും പറഞ്ഞു. ഭാമേ, ഇങ്ങനെ ഓരോ ദിവസവും എത്ര പേരാണ് എന്നെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നറിയാമോ? നീ അതൊന്നും കേൾക്കാത്തത് കൊണ്ട് എന്റെ വില നിനക്ക് മനസ്സിലാവില്ല. എന്തായാലും വേലായുധം ഇവിടെ എന്ന് പറഞ്ഞ നന്നായി. ഈ കഥ ഭാമയുടെ ചെവിയിലെങ്ങനെ എത്തിയിരുന്നെങ്കിൽ അവൾ അതിന്റെ പേരിൽ ഈ ജന്മം മുഴുവൻ കളിയാക്കി. സാറ് ചോദിച്ച ഫയല് അവിടെ ചെയ്യൂ. സാർ, ഇനി എന്താ? സാറ് പറഞ്ഞില്ലേ സത്യഭാമ വക്കീലിന് കേസ് വാദിക്കാൻ അറിയില്ലെന്ന്. അത് സാറ് തമാശ പറഞ്ഞതായിരിക്കും അല്ലേ? മോഹനകൃഷ്ണൻ തമാശ പറയാറില്ല. എങ്കിൽ സാറിന് കാര്യങ്ങൾ ശരിക്കും അറിയില്ല എന്നർത്ഥം. പ്രഹ്ലാദൻ ചേട്ടന്റെ സസ്പെൻഷൻ പ്രശ്നത്തിൽ അന്ന് കേസ് വാദിച്ചത് സത്യഭാമയല്ലേ? എന്നിട്ട് ആ കേസ് ജയിച്ചല്ലോ. അല്ല, ആ കേസ് ഏത് വക്കീൽ വാദിച്ചാലും ജയിക്കും. ഇല്ല സർ, പ്രഹ്ലാദൻ ചേട്ടൻ കേസുമായി ആദ്യം പോയത് വിജയകുമാരൻ വക്കീലിന്റെ അടുത്താ. വിജയകുമാരൻ വക്കീലിനെ സാറിന് അറിയാലോ, ഏത് കേസ് ഏറ്റെടുത്താലും ജയിക്കും. പക്ഷേ പ്രഹ്ലാദൻ ചേട്ടൻ കേസിന്റെ കാര്യം പറഞ്ഞ പാടെ വിജയകുമാരൻ വക്കീൽ പറഞ്ഞു ആ കേസ് വാദിച്ചിട്ട് കാര്യമില്ല, അത് ജയിക്കില്ല എന്ന്. അന്ന് രാത്രി പ്രഹ്ലാദേട്ടൻ വീട്ടിൽ വന്ന് എന്റെ ജോലി പോയി എന്നും പറഞ്ഞ് കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം ഞാൻ സത്യഭാമയെ വിളിച്ച് കാര്യം പറഞ്ഞു. വക്കീൽ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു സത്യഭാമ. കേസ് നോക്കിയിട്ട് പറഞ്ഞു ഇത് കുറച്ച് റിസ്ക് ആണ്, പക്ഷേ ഒരാളുടെ ജോലിയുടെ പ്രശ്നമല്ലേ, നോക്കട്ടെ എന്ന്. എന്തായാലും സത്യഭാമ വാദിച്ച് ജയിച്ചത് കൊണ്ട് പ്രഹ്ലാദൻ ചേട്ടന് ഇപ്പോഴും സർക്കാർ ജോലിയുണ്ട്. സാറിനെ വഴക്ക് പറയുന്ന ദിവസം ഞാൻ വീട്ടിൽ പോയി പ്രഹ്ലാദൻ ചേട്ടനോട് സങ്കടം പറയും.
അപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ എന്താ പറയാറുള്ളതെന്ന് അറിയോ? മേലധികാരി വഴക്ക് പറയുന്നത് സ്വാഭാവികമാണ്. മേലിലെങ്കിലും വഴക്ക് കേൾക്കാതെ ജോലി ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞാണ്. അങ്ങനെയല്ല സർ. പിന്നെ എന്റെ ജോലി പോവാതെ നോക്കിയത് സത്യഭാമയല്ലേ? വക്കീല് നമുക്ക് ദൈവത്തെ പോലെയാണ്. വക്കീലിന്റെ ഭർത്താവല്ലേ മോഹനകൃഷ്ണ സാറ്? ക്ഷമിച്ചുകളാന്ന്. ഓഹോ, അപ്പൊ സത്യഭാമ എന്ന് പറയുന്ന ഭാര്യയുടെ മേൽവിലാസത്തിൽ ജീവിക്കുന്ന ഒരു ഭർത്താവാണ് മോഹനകൃഷ്ണൻ എന്നാണ് കാഞ്ചന പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല സർ. പക്ഷേ സാർ എന്തൊക്കെ പറഞ്ഞാലും സത്യഭാമ നല്ല കഴിവുള്ള വക്കീലാ, സ്നേഹമുള്ള സ്ത്രീയാണ്. ആണുങ്ങൾക്ക് പൊതുവെ ഭാര്യയുടെ സാമർത്ഥ്യം അംഗീകരിക്കാൻ മടിയാണ്. സാറിന്റെ പ്രശ്നം അത് തന്നെയാണ്. ഇതൊക്കെ അവൾ അറിയാതിരുന്ന നന്നായി. അവൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മാനം പോയനെ. നമസ്കാരം സാറേ. എന്താ പുഷ്പാങ്കത? കരമടയ്ക്കാൻ വന്നതാ സാറേ. കാഞ്ചനകത്തുണ്ട്. ഞാന് താലൂക്ക് ഓഫീസിൽ പോവുക. കരമടച്ചിട്ട് പൊയ്ക്കോളൂ. ശരി. ആ സാറേ, ഞാനൊന്ന് വീട്ടിൽ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കരം തീർക്കാൻ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരേണ്ട കാര്യമില്ല. വില്ലേജ് ഓഫീസിൽ വന്നാൽ മതി. അതിനല്ല സാറേ, വക്കീലിനെ ഒന്ന് കാണാനാ. എനിക്ക് വക്കീൽ ചെയ്തു തന്ന അത്രയും വലിയൊരു ഉപകാരമാണ് സാറേ. അതുപകാരം? എന്റെ കട അവിടുന്ന് പൊളിച്ചു മരണമെന്നും പറഞ്ഞ് പഞ്ചായത്തുകാർ നോട്ടീസ് തന്നു. ഞാൻ വക്കീലിനെ പോയി കണ്ടു. ആ കേസ് വക്കീൽ വാദിച്ച് ജയിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ഗതികേട് കണ്ട് കാര്യമായിട്ടുള്ള ഫീസ് പോലും വാങ്ങിച്ചില്ല സാറേ. തങ്കപ്പെട്ട സ്ത്രീയാ അവര്. വക്കീലന്മാരായ ഇങ്ങനെ വേണം സാറേ. ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ടെന്ന് സാറ് വക്കീലിനോടൊന്ന് പറയണം. ശരി സാറേ. ഞാനതെങ്ങാനും പറഞ്ഞാ അവളെന്റെ തലേ കയറുന്ന ചെണ്ട ഒട്ടും. അത് കണക്ക് തന്നെ. ഹലോ, അതെ അതെ സത്യഭാമയാണ്. മോഹനയുടെ എത്തിയിട്ടില്ലല്ലോ. വരാൻ നേരായി. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. വേണ്ടേ? പറഞ്ഞോളൂ. മോഹനേട്ടാ, ഒന്നും പറയാതിരിക്കാൻ നല്ലത്. രാവിലെ മോഹനേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെറുതെ സ്വയം പോഴ്ത്തുവന്നോ. ഇന്നലെ എനിക്ക് മനസ്സിലായത് എന്റെ വില്ലേജ് ഓഫീസർ വലിയ പുള്ളിയാണെന്ന്. പഞ്ചായത്ത് മെമ്പർ ലോനപ്പച്ചേട്ടൻ വിളിച്ചിരുന്നു. സംസാരിച്ചിട്ട് ഞാനിപ്പോ ഇതങ്ങ് ഫോൺ വെച്ചതേ ഉള്ളൂ. സാധാരണ വില്ലേജ് ഓഫീസുകൾ നടക്കുന്ന മുഴുവനും അഴിമതിയാണ്. കൈക്കൂലി വാങ്ങാത്ത ഒരൊറ്റ ആള് പോലും റവന്യൂ വകുപ്പിലില്ല. പക്ഷേ മോഹനകൃഷ്ണൻ ഇവിടെ വില്ലേജ് ഓഫീസറായി വന്നതിന് ശേഷം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരായാൽ ഇങ്ങനെ വേണം എന്ന് വരെ പറഞ്ഞു. ലോനപ്പച്ചേട്ടൻ അത് പറയും. കഴിഞ്ഞ ആഴ്ച ലോനപ്പച്ചേട്ടന്റെ അനുജൻ ഒരാധാരം പോക്കുവരവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ഞാൻ സമ്മതിച്ചില്ല. മാർക്കറ്റ് വിലയേക്കാൾ ഒരുപാട് താഴ്ത്തി രജിസ്റ്റർ ചെയ്ത ആധാരമാണ്, പോക്കുവരവ് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അയാൾ എനിക്ക് കൈക്കൂലി തരാൻ നോക്കി. അവനെ അപ്പ പോലീസ് പിടിപ്പിക്കണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് മെമ്പറിന്റെ അനിയനല്ലേ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. അത് അവൻ ലോനപ്പച്ചേട്ടനോട് പറഞ്ഞു കാണും. അത് തന്നെ കാര്യം. സർക്കാർ ഉദ്യോഗസ്ഥരായാൽ ഇങ്ങനെ വേണം എന്നാണ് ലോനപ്പച്ചേട്ടൻ പറഞ്ഞത്. ഒരു പഞ്ചായത്ത് മെമ്പർ ഇത്രയും പോയിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണ്. അങ്ങോട്ട് വിളിക്കാൻ ഞാൻ പറയാന്ന് പറഞ്ഞപ്പോ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു അത് സാറിന് ബുദ്ധിമുട്ടാവും, ലോനപ്പച്ചേട്ടൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാന്ന്. അല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കില്ലല്ലോ. നമ്മളെ ഒരാൾക്ക് അഭിനന്ദിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വിളിച്ചല്ലേ അഭിനന്ദിക്കേണ്ടത്? പിന്നല്ലാതെ. എന്തായാലും മോഹനേട്ടന്റെ ഭാര്യയായത് എന്റെ ഭാഗ്യം തന്നെയാണ്. നാട്ടുകാർക്ക് ഇത്രയും ബഹുമാനമുള്ള ഒരു ഭർത്താവിനെ കിട്ടുന്നത് ചെറിയ കാര്യമാണോ? രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായി പോയി. മോഹനേട്ടൻ എന്നോട് ക്ഷമിക്കണം. അത് സാരമില്ല, നിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ. വേഷമൊക്കെ മാറുക, ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അവൾ ഇത്രയും മര്യാദക്കാരിയായ സ്ഥിതിക്ക് ഉള്ള കാര്യം പറഞ്ഞേക്കാം.
ഭാമേ ഭാമേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സത്യത്തിൽ ആളുകൾക്ക് എന്നെ മാത്രമല്ല നിന്നെയും ബഹുമാനമുണ്ട്. എന്നെയോ? എന്നെ ആരും ബഹുമാനിക്കാനാ? അതുകൊണ്ട് ഈ പറഞ്ഞു വരുമ്പോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന എല്ലാവരെയും നാട്ടുകാർക്ക് ബഹുമാനാണല്ലോ. നീയും ഒരുപാട് പേരെ സഹായിച്ചിട്ടില്ലേ, അപ്പോ സ്വാഭാവികമായിട്ട് അവര് നിന്നെയും ബഹുമാനിക്കും. മോനേട്ടനെ കളിയൊക്കെ? അല്ല, ഇന്ന് 1-2 പേര് നിന്നെ പറ്റി എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു. അതാരാ? അത് എന്റെ ജോലി പോവാതെ നോക്കിയത് സത്യഭാമയല്ലേ? വക്കീല് നമുക്ക് ദൈവത്തെ പോലെയാണ്. വക്കീലിന്റെ ഭർത്താവല്ലേ മോഹനകൃഷ്ണ സാറ്? ക്ഷമിച്ചുകളാന്ന്. എന്റെ കട എവിടുന്ന് പൊളിച്ചു മരണമെന്നും പറഞ്ഞേ പഞ്ചായത്തുകാർ നോട്ടീസ് തന്നു. ഞാൻ വക്കീലിനെ പോയി കണ്ടു. ആ കേസ് വക്കീൽ വാദിച്ച് ജയിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ഗതികേട് കണ്ട് കാര്യമായിട്ടുള്ള ഫീസ് പോലും വാങ്ങിച്ചില്ല സാറേ. തങ്കപ്പെട്ട സ്ത്രീയാ അവര്. വക്കീലന്മാരായ ഇങ്ങനെ വേണം സാറേ. അവരൊക്കെ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്ത് തോന്നി? സത്യത്തിൽ അഭിമാനം തോന്നി. അങ്ങനെയല്ലേ വേണ്ടത്? ഇതല്ലേ ഞാനും രാവിലെ മോഹനേട്ടനോട് പറഞ്ഞത്. എന്റെ മോഹനേട്ടനെ പറ്റി ആരെങ്കിലും നല്ല അഭിപ്രായം പറയുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇപ്പൊ മനസ്സിലായോ അതിന്റെ കാര്യം? പക്ഷേ ഇന്ന് ലോനപ്പച്ചേട്ടൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞല്ലോ, അപ്പൊ നിനക്കും അഭിമാനിക്കാം. ലോനപ്പ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്കുണ്ടായ അഭിമാനം. ഒരു മിനിറ്റ്. ഹലോ, വന്നു ഞാൻ കൊടുക്കാം. ലോനപ്പൻ ചേട്ടനാ? ഹലോ ലോനപ്പച്ചേട്ടാ, ഞാനാ കെ മോഹനകൃഷ്ണൻ. ഹലോ മതി. ഹലോ ഞാന് ഹലോ എന്താ പറഞ്ഞു മോനേട്ടാ? മോഹനേട്ടാ എന്താ പറഞ്ഞതെന്ന്? മര്യാദക്ക് അനി എന്റെ ബ്രോക്കറുടെ അടുത്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ കൈയും കാലും തല്ലി ഒടിക്കൊന്ന്, ഇല്ലെങ്കിൽ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് എന്നെ സ്ഥലം മാറ്റുമെന്നൊക്കെ. പിന്നെ പറഞ്ഞൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. പറയണ്ട. അതൊക്കെ ആദ്യം ലോനപ്പ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ പറ്റി നല്ലതാണെന്ന് പറഞ്ഞതാ? സാധാരണ ആളുകൾ ഇതിലും മോശമായിട്ടാണ് പറയാറുള്ളത്. ഇത് കുറച്ച് ഭേദമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വില്ലേജ് ആഫീസിൽ വന്ന് നാട്ടുകാരിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുമെന്ന് മോഹനേട്ടൻ പറഞ്ഞത് ഇതിനെയായിരുന്നല്ലേ? ആളുകൾ എന്റെ മോഹനേട്ടൻ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോവില്ലേ? അതിപ്പോ ഞാൻ സത്യസന്ധനായ ഗാന്ധിയനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ? ഗാന്ധിജിയെ വെടിവെച്ചത് നാണയത്. അപ്പൊ പിന്നെ ആളുകൾ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലാച്ചുള്ളു. പോട്ടെ പോട്ടെ പോട്ടെ, ക്ഷമിക്ക്. കൂൾ ഡൗൺ. താൻ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും കേമനാണെന്നും തനിക്ക് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്നും കരുതുന്നത് അത്ര ബുദ്ധിയായിരിക്കില്ല. തന്നെക്കാൾ നാട്ടിൽ പ്രശസ്ത സത്യഭാമയാണെന്നറിഞ്ഞ മോഹനകൃഷ്ണൻ പക്ഷേ അത് അങ്ങനെയൊന്നും വകവെച്ചു കൊടുക്കാൻ ഇടയില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഈ കഥ ഇവിടെ തീർത്ത് ഇന്നത്തേക്ക് വിടാം.